Hello everyone. Today we are going to talk about one of the important theories, post-colonialism. അപ്പോൾ ഈ ഒരു തിയറിയെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് PGയിലും ഡിഗ്രിയിലും പഠിക്കുന്നവർ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു തിയറി എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്പെഷ്യൽ തിയറിയാണ്. അതുപോലെ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് വരുന്ന കുറേ തീംസും അതേപോലെ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു തിയറിയാണ് പോസ്റ്റ് കൊളോണിയലിസം. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് പോസ്റ്റ് കൊളോണിയലിസം, ഇതിൽ ഏതൊക്കെ വർക്ക്സ് വരും, ഏതൊക്കെ നോവൽസ്, ഏതൊക്കെ മലയാള ഫിലിംസ്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇങ്ങനെ ഈ ഒരു തിയറി വെച്ച് പ്രൊജക്റ്റ് ചെയ്യണമെന്ന്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കാണണം. എന്നാൽ നിങ്ങൾക്ക് വൈവ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഫുള്ളായിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ ഈ വീഡിയോ ലാഗ് ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ടു അവർ ചാനൽ ലേൺ ഇംഗ്ലീഷ് വിത്ത് സ്വാതി. അപ്പോൾ നമുക്ക് എന്താണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് ദ സ്റ്റഡി ഓഫ് ഹൗ കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം ഷേപ്ഡ് cultures, identities, literature and films, and how the colonized people resist, adapt or represent themselves. അതായത് പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് ആഫ്റ്റർ കൊളോണിയലിസത്തിന് ശേഷം ഏതൊക്കെ രീതിയിലാണ് കൊളോണിയലിസം നമ്മുടെ ലിറ്ററേച്ചറിനെയും നമ്മുടെ കൾച്ചറിനെയും നമ്മുടെ ഇതായിട്ടുള്ള ഏതൊരു ഫീച്ചറിനെയും, അതായത് നമ്മുടെ വസ്ത്രധാരണം ആയിക്കോട്ടെ, നമ്മുടെ സംസ്കാരമായിക്കോട്ടെ, നമ്മുടെ ഏതൊരു ലൈഫ് ടൈമും, അതായത് കൊളോണിയലിസത്തിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ എല്ലാത്തരം ലൈഫ് സ്റ്റൈലും മാറ്റി അവിടെയൊക്കെ കോളനൈസേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയൊക്കെയാണ് അവിടെയുള്ള ജനങ്ങൾ അപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവർ ക്രൂരതകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവർ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ തരത്തിലാണ് അവർ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു തിയറിയാണ് പോസ്റ്റ് കൊളോണിയലിസം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു തിയറി ബേസ് ചെയ്തിട്ട് ഉള്ള ഇംഗ്ലീഷ് നോവൽസ് ആൻഡ് റൈറ്റേഴ്സിനെ നമുക്ക് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു തിയറി തന്നെയാണ് പോസ്റ്റ് കൊളോണിയലിസം. അപ്പോൾ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വർക്ക്സ് ആണ് നമുക്ക് വേണ്ടത്. ചിനുവ അച്ചേബയുടെ തിങ്സ് ഫോൾ അപ്പാർട്ട്. അതിൽ പറയുന്നത് കൊളോണിയലിസം ഡിസ്ട്രോയ്സ് ആഫ്രിക്കൻ ട്രഡീഷൻ ആൻഡ് ഐഡന്റിറ്റി. ഓക്കെ. രണ്ടാമത്തെ വർക്ക് സൽമാൻ റുഷ്ദിയുടെ മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ, ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ആൻഡ് പാർട്ടീഷൻ ട്രോമ ത്രൂ മാജിക്കൽ റിയലിസം. ഓക്കെ. നെക്സ്റ്റ് വർക്ക് VS Naipaul, എ ഹൗസ് ഫോർ മിസ്റ്റർ ബിസ്വാസ്, ഐഡന്റിറ്റി സ്ട്രഗിൾ ഓഫ് ആൻ ഇന്ത്യൻ മാൻ ഇൻ കൊളോണിയൽ ട്രിനിഡാഡ്. ഓക്കെ. നെക്സ്റ്റ് വർക്ക് അമിതവ് ഘോഷിൻ്റെയാണ് ദ ഷാഡോ ലൈൻസ്, പാർട്ടീഷൻ, ബോർഡേഴ്സ്, മെമ്മറി ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഐഡന്റിറ്റി. ഈ വർക്ക്സിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് കൊളോണിയലിസം തിയറി ബേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് കാണാൻ പറ്റും. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളത് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വേണം നമ്മളത് എഴുതാൻ വേണ്ടിയിട്ട്. മലയാള ഫിലിംസ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് പോസ്റ്റ് കൊളോണിയലിസം ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാളം ഫിലിംസ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കാലപ്പാനി പ്രിയദർശനാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ബ്രിട്ടീഷ് അപ്രഷൻ ഇൻ സെല്ലുലാർ ജയിൽ, ഫ്രീഡം സ്ട്രഗിൾ. പിന്നെ സെല്ലുലോയിഡ്, സിനിമ ബർത്ത് ഇൻ കേരള, കൊളോണിയൽ ഇൻഫ്ലുവൻസ് ഇൻ കൾച്ചർ, ഇന്ത്യൻ റുപ്പി, പോസ്റ്റ് കൊളോണിയൽ എക്കണോമിക് ഇമ്പാക്ട് ആൻഡ് വാല്യൂ ക്രൈസിസ്. വീരപുത്രൻ വേറൊരു ഫിലിമാണ്, കേരള ഫ്രീഡം ഫൈറ്റർ ആൻഡ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ. പിന്നെ സ്വാതി തിരുനാൾ, ഇതിൽ റോയൽ പവർ വേഴ്സസ് കൊളോണിയൽ ഡൊമിനൻസ്. ഓക്കെ. ഇതാണ് മലയാളം വർക്ക്സ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇംഗ്ലീഷിലത്തെ വർക്ക് എങ്ങനെയാണ്, ഏതൊക്കെ ഫിലിംസ് ആണ് ഇംഗ്ലീഷിലുള്ളത് നോക്കുമ്പോൾ ലഗാൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ പവർ വേഴ്സസ് ഇന്ത്യൻ വില്ലേജേഴ്സ് റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. വാട്ടർ എന്ന് പറയുന്ന ദീപ മെഹ്ത എന്ന് പറയുന്ന ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പറയുന്നത് കൊളോണിയൽ ഇറ അപ്രഷൻ ഓഫ് വിഡോസ്. പിന്നെ വരുന്നത് ബ്ലാക്ക് പാന്തർ ആണ്. അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് മാർവൽ, റയാൻ കൂഗ്ലർ അങ്ങനെ എന്തോ ആണ്.
പറഞ്ഞിട്ടുള്ളത്. അവരാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ പേര് ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായിട്ട് നെയിംസ് കാണാൻ പറ്റും. കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ആഫ്രിക്ക വേഴ്സസ് ആഫ്രിക്കൻ ഐഡന്റിറ്റിയാണ് ആ ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിലിംസിലും നോവൽസിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് കൊളോണിയലിസം അപ്ലൈ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും വർക്ക്സ് ആണ് പോസ്റ്റ് കൊളോണിയലിസം ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേറെ വർക്ക്സ് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. ഇനി ഇതിലേതെങ്കിലും വർക്കിൻ്റെ സമ്മറിയോ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തിയറിയോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും വർക്കോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റായിട്ട് പറയണം. അതൊരു സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു വൈവയ്ക്ക് എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ആ ഒരു വർക്കിനെ പറ്റി നന്നായിട്ട് അറിയണം. എന്താണ് തിയറി എന്നുള്ളത് നന്നായിട്ട് അറിയണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് എവിടേക്കാണ് പോസ്റ്റ് കൊളോണിയലിസം ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയായിരുന്നു, അതേപോലെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് പോസ്റ്റ് കൊളോണിയലിസം വന്നിട്ടുള്ളത് അത് പറയാൻ അറിയണം. അതേപോലെ റെലവൻസ് എന്താണ്, പോസ്റ്റ് കൊളോണിയലിസം ആ ഒരു തിയറി ഇപ്പോൾ എടുക്കാനുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ ആ ഒരു തിയറി വെച്ച് ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കാനുള്ള റീസൺ എന്തായിരുന്നു, അതേപോലെ തന്നെ ഇതിൻ്റെ ഫൈൻഡിങ്സ് കൺക്ലൂഷൻ നിങ്ങൾ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതേപോലെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് ചാപ്റ്റർ എന്താണ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ആ ഒരു ചാപ്റ്റർ ഡിവിഷൻ എന്തായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് ഏതാണോ ലിറ്ററേച്ചർ അത് കൊടുക്കാം, സെക്കൻഡ് ചാപ്റ്ററിൽ തിയറി കൊടുക്കാം, തേർഡ് ചാപ്റ്ററിൽ മെയിനായിട്ട് ഈ തിയറിയും ആ ഒരു വർക്കും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എഴുതാം. ഫൈനൽ ചാപ്റ്ററിൽ കൺക്ലൂഷൻ നമ്മുടെ ഫൈൻഡിങ്സ് എന്താണോ അതും നമുക്ക് ഉൾക്കൊള്ളിച്ച് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാവുന്നതാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കുന്നത് പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ നന്നായിട്ട് അറിയാം, ആ തിയറിയുടെ ഡെഫിനേഷൻ അറിയാം, ആ ഒരു തിയറി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വയ്ക്കാം, അതും പോയി പറയാം. അതോടുകൂടി നിങ്ങളുടെ വൈവ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ ഈ ഒരു ഇതിലുള്ള വർക്ക്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ സൈക്കോ അനാലിസിസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും തിയറി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ തിയറി വെച്ചിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും ബുക്സിൻ്റെ സമ്മറി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.